ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ SSLC ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റ് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് എൻ്റെ മക്കൾക്ക് കുറച്ച് സമയം കൊണ്ട് ഒരു 2 or 3 minutes കൊണ്ട് മിസ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു നീറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. നീറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞാൽ എഴുതുന്നതാണ്. നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് നമുക്കിപ്പം ഡോക്ടർ ആവാനും നഴ്സ് ആവാനും അങ്ങനെ ഒരുപാട് ഫീൽഡിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന, അങ്ങനത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഒരു വർഷം നമ്മളിരുന്ന് +2 ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോയാലാണോ നീറ്റ് കിട്ടുക? ഒരിക്കലും അല്ല. കാരണം നമ്മളുടെ +1 +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ നീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ ചാൻസ് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനും ഒരു നല്ല റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ +1 +2ൻ്റെ കൂടെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ റീസൺ നമ്മളുടെ NCERT ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും +1 +2ൽ പഠിക്കാൻ പോകുന്നത് NCERTയുടെ നാഷണൽ കൗൺസിലിൻ്റെ അവരുടെ ബോർഡ് ഓഫ് എക്സാമും അവരുടെ ടെക്സ്റ്റ് ബുക്സും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫിസിക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ടാകും, ദെൻ ബയോളജി ഉണ്ടാവും അല്ലേ. നീറ്റ് എക്സാമിന് ഈ 3 സബ്ജക്ട്സിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ സിലബസ് എവിടെ നിന്ന് കിട്ടും? ഇതിന് എവിടെയും തിരഞ്ഞു പോകണ്ട, നമ്മളുടെ NCERT. നിങ്ങൾ +1ലും +2ലും നിങ്ങൾ NCERTയുടെ ഈ ടെക്സ്റ്റ് ബുക്സിൽ, ഇപ്പോൾ +1ലാണെങ്കിൽ ഇത് +1ൻ്റെ ടെക്സ്റ്റ് ബുക്സാണ്. കെമിസ്ട്രിക്ക് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടാവുമോ, ഫിസിക്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടാവും, ബയോളജിയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടാകും, അതേപോലെ തന്നെ +2ൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് +1 +2ൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 90% കഴിഞ്ഞു. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ അവിടെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2ലെ ഈ PCB ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അതാണ് നിങ്ങളുടെ സിലബസ്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, +1 +2ൻ്റെ കൂടെ നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മിസ്സേ, പിന്നെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് കോച്ചിങ് ഒക്കെ പോകുന്നത്? +1 +2 തന്നെ പോരെ, നീറ്റ് എക്സാമിന് സെപ്പറേറ്റ് കോച്ചിങ് വേണോ? അവിടെയാണ് ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വേണം എന്തായാലും. പക്ഷേ നമ്മളുടെ ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ മോഡ് ഓഫ് പാറ്റേൺ, എക്സാം എന്താണ്, MCQ ആണ്. പിന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്കത് തിരഞ്ഞെടുക്കാൻ നമ്മളതിന് കുറേ പ്രാക്ടീസ് വേണം. പിന്നെ ഒരു 2% അല്ലെങ്കിൽ 3% നമുക്ക് ചിലപ്പം NCERTയിലുള്ളതിൻ്റെ തന്നെ കുറച്ച് ഡീപ്പായിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ എക്സ്ട്രാ കാര്യങ്ങൾ എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ NCERT ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സീക്രട്ട് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സെപ്പറേറ്റ് കോച്ചിങ് വേണം. അതിനാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ആയിട്ട് കോച്ചിങ് പോകുന്നത്. അപ്പോൾ നമ്മൾ +1 +2ൻ്റെ കൂടെ ഈ നീറ്റ് നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്സൊക്കെ നല്ലപോലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 90% അവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഫ്രം ദ ബിഗിനിങ്. നമ്മൾ +1 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ഇപ്പോൾ നമുക്ക് നല്ലപോലെ പഠിച്ച് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരു വീക്ക് കൊണ്ട് പഠിക്കുകയെന്ന് കരുതുക. നമ്മൾ പതിയാണ് പഠിച്ചു പോകുന്നതെങ്കിൽ, അപ്പോൾ ഒരു ബയോളജിയിൽ ഒരു ചാപ്റ്റർ പഠിച്ചു, കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ പഠിച്ചു, ഫിസിക്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചു. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 3 സബ്ജക്ട്സിലെയും കുറച്ച് എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് പിന്നെ നീറ്റിന് പഠിക്കാനുണ്ടാവുക. അത് നമ്മളൊരു സാറ്റർഡേ സൺഡേ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? കാര്യം ഈസി ആയില്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുമാത്രമല്ല, നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പോലും നമ്മൾ അറിയില്ല. നമ്മളുടെ പ്രിപ്പറേഷൻ +1 +2ൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ്. അതിപ്പോൾ നമ്മളുടെ SSLC കുട്ടികളായിക്കോട്ടെ, CBSE കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമിനറിലുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ +1 പൃഥ്വി ബാച്ച്. നമ്മളുടെ +1 പൃഥ്വി ബാച്ചിൽ നമ്മളുടെ CBSE കുട്ടികൾക്കും SSLC സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്താണ് പൃഥ്വി ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീറ്റ് ആൻഡ് കീം ബാച്ചാണ്. നീറ്റിനും കീമിനും സെപ്പറേറ്റ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ നീറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത ആൾക്കാർക്ക് സെപ്പറേറ്റ് നീറ്റ് കോച്ചിങ് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മിസ് നീറ്റ് കോച്ചിങ് മാത്രമാണോ, അപ്പോൾ +1 ക്ലാസ് കിട്ടില്ലേ? കിട്ടും മക്കളെ. നമ്മൾ ഈ +1 പൃഥ്വി ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സല്ല, നിങ്ങൾക്ക് 2 കോഴ്സുകളാണ് കിട്ടാൻ പോകുന്നത്. നമ്മളുടെ +1 ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. +1 ക്ലാസ്സസ് നമുക്കറിയാം, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ +1 ബാച്ചാണ് അഗ്നി ബാച്ച്. അപ്പോൾ +1 കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അവിടെയാണ് നമ്മൾ NCERT മിസ് തുടക്കത്തിൽ പറഞ്ഞ 90% NCERT നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് എന്താണ്, നീറ്റ് ക്ലാസ്സസ് വേറെ ഉണ്ടാകും, ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ മിസ് പറഞ്ഞു എന്തിനാണ് സെപ്പറേറ്റ് കോച്ചിങ് പോകുന്ന 2 കാര്യത്തിനാണ്. ഒന്ന്, നമുക്ക് എക്സ്ട്രാ ഉള്ള ആ ഡീപ്പായിട്ടുള്ള കണ്ടൻറ്റ് എന്താണെന്ന് അറിയണം. രണ്ടാമത്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും കാലം എഴുതി ശീലിച്ച ആ ഒരു രീതിയല്ല നീറ്റ് എക്സാമിന്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നീറ്റ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പം വളരെ ഈസി ആയിട്ട് ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിലുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ DPP, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇപ്പോൾ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നീറ്റിൻ്റെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു 20 ഒരു 50 ക്വസ്റ്റ്യൻസ് വേഗം ചെയ്ത് നമ്മൾ പഠിച്ച ടോപ്പിക്കിന് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു മലയായിട്ട് തോന്നില്ല. നമ്മളിങ്ങനെ വളരെ ഈസി ആയിട്ട് ചില്ലായിട്ട് അത് ചെയ്തു പോകും. പിന്നെ എന്താണ്, നമുക്ക് ടെസ്റ്റ് എടുക്കണം. ഇതൊക്കെ നമ്മളുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റ്, ഇപ്പോൾ മന്തിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത്ര ചാപ്റ്റേഴ്സ് കഴിയുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് എൻ്റെ മക്കൾക്ക് എന്തുണ്ടാകും, അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് എഴുതുമ്പോഴാണ് നമുക്ക് റിവൈസ് ചെയ്യാനും കൂടി പറ്റുക. അപ്പോൾ ഓരോ മാസം നമ്മൾ റിവൈസ് ചെയ്ത് നിങ്ങൾ +1 കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ +1 കംപ്ലീറ്റ് NCERT നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആ ചാപ്റ്റേഴ്സിൻ്റെ നീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തെറോ ആയിട്ടുണ്ടാവും. പിന്നെ എന്താ വേണ്ടേ, പിന്നെ +2 അതും നമ്മൾ പഠിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മക്കൾ ഇനി 2025 നീറ്റ് എക്സാം എഴുതുമ്പോൾ, ഇപ്പോൾ 2023 ആയി, 24 നിങ്ങൾ +1 എക്സാം എഴുതും, 25 +2 എക്സാം എഴുതി നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ച് ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മളെ +1 പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഈ ബുക്ക് സെറ്റൊക്കെ കിട്ടും. കാരണം അവിടെ നിങ്ങൾക്ക് അഗ്നിയും കിട്ടുന്നുണ്ട്, നീറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കം മുതലേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, റിപ്പീറ്റ് നിങ്ങൾക്ക് ചെയ്യാം. എപ്പോൾ നിങ്ങളൊരു 650+ എയിം ചെയ്തു, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത്രയും എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയിംസിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ 1-2 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് മിസ്സായിപ്പോയി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് അവിടെ തന്നെയാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനൊരു കാര്യമുണ്ട്. അതല്ലാതെ അപ്പം നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അല്ലാതെ നിങ്ങൾ ഒന്നും പഠിക്കാതെ ഒരു വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ 1-2 വർഷമൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ വേസ്റ്റ് ആവും. ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ചത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനെ ചത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. +1 +2 കൂടെ തന്നെ നന്നായി പഠിച്ചാൽ മതി. അപ്പോൾ ഈ ചത്ത് പഠിക്കൊന്നും വേണ്ട. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് MBBSന് അഡ്മിഷനൊക്കെ കിട്ടി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ 6000 റുപ്പീസേ ഉള്ളൂ നമ്മളുടെ ബാച്ചിന് ഫീ. ഇവിടെ നിങ്ങൾക്ക് 2 കോഴ്സ് ഉണ്ട്. +1 അഗ്നി ബാച്ചും കിട്ടും, നീറ്റ് ക്ലാസ്സും കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ 7592092021 മെസ്സേജ് ചെയ്യാം. വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, May 7 നമ്മളെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനി വൈകിക്കരുത് മക്കളെ. May 7 നമ്മളുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇനിയിപ്പോൾ ഇവിടുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നായാലും എന്ത് ചെയ്യുക, ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങാം. അത്രയേ ഉള്ളൂ. ഓക്കെ.